എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് റോക്ക്വെൽ മൗണ്ടൻ റിട്രീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ. രാജ്യാന്തര വിനോദസഞ്ചാര ഭൂപടത്തിൽ നിലമ്പൂരിനെ അടയാളപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ജനുവരി 6, 7 തീയതികളിൽ നിലമ്പൂരിൽ ടൂറിസം കോൺക്ലേവ് സംഘടിപ്പിക്കുമെന്ന് ആര്യാടൻ ഷൗക്കത്ത് MLA-യും BV അബ്ദുൽ വഹാബ് MP-യും മലപ്പുറത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2 ദിവസത്തെ കോൺക്ലേവിൽ വിവിധ സംസ്ഥാനങ്ങളിലെ 100 ടൂർ ഓപ്പറേറ്റർമാർ പങ്കെടുക്കും. 8 സെഷനുകളിലായി വിദഗ്ധർ നിലമ്പൂരിന്റെ സാധ്യതകൾ വ്യക്തമാക്കുന്ന പ്രസന്റേഷനുകൾ അവതരിപ്പിക്കും. കോൺക്ലേവിൽ വിവിധ സ്ഥാപനങ്ങളുടെ പ്രദർശന സ്റ്റാളുകളും ഉണ്ടായിരിക്കും. കേന്ദ്ര ടൂറിസം അഡീഷണൽ സെക്രട്ടറി സുമൻ ബില്ല കോൺക്ലേവിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. നിലമ്പൂർ കരിമ്പുഴ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് കോൺക്ലേവിന് വേദിയാകുന്നത്. 2 ദിവസങ്ങളിലും രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയാണ് കോൺക്ലേവ് നടക്കുക. 1 വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ അനുബന്ധ പരിപാടികളും സംഘടിപ്പിക്കും. 2030 ആകുമ്പോഴേക്കും രാജ്യാന്തര ടൂറിസം ഭൂപടത്തിൽ നിലമ്പൂരിനെ മികച്ച ടൂറിസം കേന്ദ്രമാക്കി അടയാളപ്പെടുത്തുക എന്നതാണ് ടൂറിസം കോൺക്ലേവിന്റെ ലക്ഷ്യമെന്ന് മലപ്പുറം പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ BV അബ്ദുൽ വഹാബ് MP-യും ആര്യാടൻ ഷൗക്കത്ത് MLA-യും പറഞ്ഞു. ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുകയാണെങ്കിൽ ഇപ്പൊ വയനാട് ഓൾറെഡി ഉണ്ട്. നമുക്ക് വയനാടിന്റെ കണക്ടിവിറ്റി നിലമ്പൂരിന്നാണ്. അത് തന്നെ ഊട്ടിക്കും അങ്ങനെ തന്നെയാണ്. കടമരി, ബന്ദിപ്പൂർ തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും വളരെ ഐഡിയൽ പ്ലേസ് ആണ്. നിലമ്പൂരിൻ്റെതായ എപ്പോഴും ബാക്കിയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ കൂടി ചേർന്നുകൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞ പോലെ റെസ്പോൺസിബിൾ, സസ്റ്റൈനബിൾ, വെറുതെ എന്തെങ്കിലും കുറെ ഉണ്ടാക്കി കൂട്ടിയിട്ട് ഇങ്ങനെ ആളെ കൊടുന്ന് പിരിച്ചുവിടുന്നതല്ല. അവർ വന്നു കഴിഞ്ഞാൽ അവർ ഗൈഡുകളെ അവരെ സംഘടിപ്പിക്കാനും അവരെ എല്ലാ പ്രൊഫഷണലായി ചെയ്യുന്ന സംഗതിയാണ് നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇനീഷ്യേറ്റീവ് നമ്മൾ ഏറ്റെടുത്തു. നിലമ്പൂരിനെ ലോക ടൂറിസം ഭൂപടത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ പരിശ്രമം എന്ന രീതിയിൽ ഒരു 2 ദിവസത്തെ കോൺക്ലേവ് നിലമ്പൂരിൽ വെച്ച് നടത്താനാണ് തീരുമാനിച്ചത്. ആ കോൺക്ലേവിലേക്ക് ജനുവരി 6, 7 തീയതികളിലാണ് നിലമ്പൂരിലെ KFRI കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആ ഗസ്റ്റ് ഹൗസ് പരിസരമാണ് ഇതിനു വേണ്ടി നമ്മൾ വെന്യൂ ആയിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. ഈ കോൺക്ലേവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ത്യയിലെ തന്നെ ടൂറിസം പോളിസികൾ തീരുമാനിക്കുന്ന പോളിസി മേക്കേഴ്സ്, അതുപോലെ തന്നെ സീനിയർ ഗവൺമെന്റ് ഒഫീഷ്യൽസ്, അതായത് യൂണിയൻ മിനിസ്ട്രിയുടെ ഇതിലുള്ള ടൂറിസം ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള, അതേപോലെ തന്നെ ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ ടൂറിസം രംഗത്ത് സജീവമായി എക്സ്പീരിയൻസ് ഉള്ള ഗവൺമെന്റ് ഒഫീഷ്യൽസ്, അതുപോലെ തന്നെ ടൂറിസം ഇൻഡസ്ട്രിയിലെ ലീഡേഴ്സ്, അതുപോലെ അക്കാഡമിഷ്യൻസ്, അതേപോലെ ലോക്കൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എല്ലാവരും ഒരു പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. വാർത്താ സമ്മേളനത്തിൽ IDFC ഫൗണ്ടേഷൻ MD എബി തോമസ്, JSS ഡയറക്ടർ ഉമ്മർ കോയ എന്നിവരും പങ്കെടുത്തു. എ+ വിഷൻ മലപ്പുറം. ഉയരങ്ങളിൽ രാപ്പാർക്കാം, കണ്ണുകളിൽ കുളിർമിയേകും കാഴ്ചകളുടെ ആനന്ദവിസ്മയമൊരുക്കി റോക്ക്വെൽ മൗണ്ടൻ റിട്രീറ്റ്. സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടി ഉയരത്തിൽ ഊട്ടിയും കൊടൈക്കനാലും നൽകുന്ന കുളിർമയും സൗന്ദര്യവും കക്കാടംപൊയിൽ റോക്ക്വെൽ നിങ്ങൾക്ക് സമ്മാനിക്കും. കലാത്മകമായി സജ്ജീകരിച്ച 8 ഹട്ടുകളും പ്രത്യേകം സജ്ജമാക്കിയ സ്വിമ്മിംഗ് പൂൾ, ചിൽഡ്രൻസ് പ്ലേ ഏരിയ, റെസ്റ്റോറന്റ് സൗകര്യം എല്ലാം കൊണ്ടും നിങ്ങളുടെ ഫാമിലിക്കൊപ്പം ആനന്ദവേളകൾ ആഘോഷമാക്കാം. റോക്ക്വെൽ മൗണ്ടൻ റിട്രീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ.